ഈ വീഡിയോയിൽ കാണാനുള്ള ഒരുവിധം ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലേ. ഇതെൻ്റെ ഫ്രണ്ടാണ് സൗമ്യ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ലച്ചുവിനൊക്കെ പ്രോഗ്രാം ഉണ്ട്, സബ് ജില്ലാ പ്രോഗ്രാമാണ് പാങ്ങ് സ്കൂളിൽ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അതിൻ്റെ മുന്നേ രാവിലെ തന്നെ ഒരാൾ എന്നെ സർപ്രൈസായിട്ട് കാണാൻ വന്നു കേട്ടോ. നമ്മുടെ എബിച്ചേട്ടനാണ്. ലൈവിലുള്ള ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്നുണ്ടാവും എബിച്ചേട്ടനെ. എബിച്ചേട്ടൻ കുറേ ദിവസമായി വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് 10-15 ദിവസം ലീവിനാണ് വന്നത്. അപ്പോൾ ലീവൊക്കെ കഴിഞ്ഞ് പോകാനായി. അപ്പോൾ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നതാണ് കേട്ടോ. ഞാൻ എന്തായാലും വരില്ല എന്നൊക്കെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സർപ്രൈസായിട്ട് വന്നത്. അങ്ങനെ ചേട്ടനെ കണ്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും സൗമ്യയും കൂടെ കുട്ടികളുടെ പ്രോഗ്രാം കാണാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ അതാ സച്ചുവിനെയൊക്കെ കണ്ടു. അവനൊക്കെ പഠിക്കുന്ന സ്കൂളാണ്. പാങ്ങ് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പ്രോഗ്രാം. അങ്ങനെ അത് അവരെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാനും സൗമ്യയും പോയിട്ട് ഓരോ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഫുഡൊന്നും ശരിക്കും കഴിക്കാൻ പറ്റിയില്ല പോകേണ്ട ധൃതിയിൽ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവരെ പരിപാടിയൊക്കെ തുടങ്ങാനാകുമ്പോഴേക്കും ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ച് വന്നു. അങ്ങനെ അവരെ പരിപാടിയൊക്കെ തുടങ്ങി. കുഴപ്പമില്ലാതെ കളിച്ചു കേട്ടോ. മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കോപ്പിറൈറ്റ് അടിക്കുക കാരണം മ്യൂസിക്കൊക്കെ കട്ടാക്കി. ഇവർ പാടിയിട്ടാണ് കളിക്കുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പുറത്തു നിന്നൊക്കെ നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ സൗണ്ട് മ്യൂട്ടാക്കി വെച്ചതാണ്. ശ്രീബാലയാണ് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. പാട്ടൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മ്യൂസിക് ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരിക കാരണം അത് മ്യൂസിക്കൊക്കെ മ്യൂട്ടാക്കി വെച്ചിട്ടോ. അങ്ങനെ ഇതാ ഡാൻസൊക്കെ കഴിഞ്ഞ് കുഴങ്ങി വന്ന് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവർ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. അപ്പോഴേക്കും ഞങ്ങൾ തൊട്ടടുത്ത സ്റ്റേജിൽ ഭരതനാട്യം ഉണ്ട്, അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്നവരെ ഞങ്ങളത് കണ്ടു നിന്നു കേട്ടോ. അങ്ങനെ അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. പിന്നെ 6 മണിയാണ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ വണ്ടിയൊക്കെ കിട്ടാൻ പ്രയാസമാണ്. വേഗം ഒരു ഓട്ടോ കിട്ടിയപ്പോൾ അതിൽ പടപ്പറമ്പ് വരെ പോയി. പിന്നെ അവിടുന്ന് നേരിട്ട് അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ബസ്സിൽ കയറി. അപ്പോൾ അതാണത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.